അപ്പൊ ഇന്ന് ഞാനൊരു ഫിഷ് നിർവാണയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഷെഫ് പിള്ളയുടെ റെസിപ്പി അതേപോലെ അല്ല കോപ്പി അടിച്ചേക്കുന്നത്. ഞാൻ എന്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ. ഞാനിവിടെ നല്ല നെയ്യൊക്കെയുള്ള ബാസയുടെ സ്റ്റേക്കുകളാണ് കേട്ടോ. ഇതിന്റെ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു റാമക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പും 3/4 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഈ മസാല മീനിന്റെ മേളിലേക്ക് ഒന്ന് വെതറി 2 സൈഡും നമുക്ക് നല്ലോണം കോട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 5 മിനിറ്റ് ഓരോ സൈഡ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ അരിപ്പൊടി ഇടുന്നത് നല്ലൊരു ക്രഞ്ചിനെസ് കിട്ടാനാണ് കേട്ടോ. ഇത് നിർവാണ ആക്കാനായിട്ട് നമുക്ക് ചെറിയ ഇഞ്ചി ജൂലിയൻ ചെയ്യാം. അതേപോലെ 2 വെളുത്തുള്ളിയുടെ അല്ലി നൈഫ് കൊണ്ട് ചതച്ച് തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ഡൈസ് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 100 ഗ്രാം കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. 30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി 3 പച്ചമുളക് നടുക്കുന്ന കീറിയതും പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്കൊന്ന് എല്ലാം തിളപ്പിച്ചെടുക്കാം. ആ ടൈമിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് വേറൊരു പാനിലേക്ക് അതിലേക്ക് വാഴയില വെച്ച് നമ്മൾ നേരത്തെ വറുത്ത മീൻ വെച്ച് കൊടുക്കാം. ഞാൻ നിർവാണയുടെ ഗ്രേവി ഒഴിച്ച് കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് നിർവാണ റെഡി. ഇതിന്റെ കൂടെ കഴിക്കാൻ നല്ല വെള്ളയപ്പോ ഇടിയപ്പോ അല്ലെങ്കിൽ നല്ല അരിപ്പത്തിരിയൊക്കെ ഉണ്ടെങ്കിലോ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. തേങ്ങാപ്പാലിന്റെയും വെളിച്ചെണ്ണയുടെയും കുരുമുളകിന്റെയും ഒക്കെ ഫ്ലേവർ ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അടിപൊളി. വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാനായിട്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.